ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഒരു വ്യവസായം തുടങ്ങണമെന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ബാംഗ്ലൂർ നഗരത്തിലെത്തുകയും വ്യവസായ രംഗത്ത് മാത്രമല്ല സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായി മാറിയ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. CJ കുഞ്ചറിയ സാറ് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന ഗ്രാമമാണ് സാറിൻ്റെ ജന്മദേശം. എങ്ങനെയാണ് സാർ ആ ബാല്യകാലം? ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്തെ ജലയാത്രയിലല്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പുളിങ്കത്തിൽ നിന്ന് പോകുവാൻ പറ്റില്ലായിരുന്നു. പുളിങ്കത്തിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ 2 മണിക്കൂർ ബോട്ടിലോ അല്ലെങ്കിൽ അടുത്ത മറ്റ് യാത്രാ സൗകര്യം കൂടുതലുണ്ടായിരുന്ന പ്രദേശമായ മോട്ടോർ വാഹന സൗകര്യം ഉണ്ടായിരുന്ന ചങ്ങനാശ്ശേരിയിലോ എത്താനായി 1.5 മണിക്കൂർ, ഇങ്ങനെ 2 1.5 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ആ കാലഘട്ടങ്ങളിൽ മോട്ടോർ വാഹന സൗകര്യമുള്ള പ്രദേശങ്ങളിൽ എത്താൻ. എങ്ങനെയായിരുന്നു സാർ ആ പുളിങ്കുന്ന് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം? സാർ ഒരുപാട് ആ ജന്മനാടിനെ കുറിച്ച് പറയുമ്പോൾ സാറിന് ഒരുപാട് പറയുവാനുണ്ട്. വേമ്പനാട് കായൽ എറണാകുളം തൊട്ട് കുട്ടനാടിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും കവർ ചെയ്ത് നെൽപ്പാടങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന വേമ്പനാട് കായൽ, അച്ചൻകോവിലാറ്, പമ്പ, മണിമല, ഇന്ന് കേരളത്തിലെ പ്രധാന 3 നദികൾ, ഇവയെല്ലാം ചേർന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ ഒരു തീർച്ചയായും ആ മേഖലയിൽ കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് വരുമ്പോൾ സാറിൻ്റെ പിതാവ് കർഷകനായിരുന്നു. പിതാവ് വിദ്യാഭ്യാസ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1930 തൊട്ട് രാഷ്ട്രീയത്തിൽ അന്ന് ഗാന്ധിയൻ മൂവ്മെൻറ്റിൽ ഉൾപ്പെട്ട ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു. പേര് CK ജോസഫ്. എത്രത്തോളം താങ്കളുടെ പിതാവ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? സാമൂഹിക രംഗത്തും കൂടാതെ വ്യവസായ രംഗത്താണെങ്കിലും തൊഴിലാളികളോട് ഇടപെടുന്ന രീതിയിൽ അവരോടുള്ള സമീപനത്തിൽ എടുക്കേണ്ട കാഴ്ചപ്പാടിൽ തീർച്ചയായും പിതാവിൻ്റെ ജീവിതശൈലികൾ എന്നിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു വ്യവസായ രംഗത്തേക്ക് പോകുന്നതായിരിക്കും എനിക്ക് നല്ലത് എന്ന നിർദ്ദേശം തന്നെ പിതാവിൽ നിന്നാണ്. ബോംബെയിൽ പോയി പഠിക്കാനും റബ്ബർ ടെക്നോളജി പഠിക്കാനും അവിടെ 3 വർഷം ബോംബെയിലും പിൽക്കാലത്ത് 1 കൊല്ലം കൽക്കട്ടയിലും ജോലി ചെയ്തതിന് ശേഷമാണ് റബ്ബർ വ്യവസായവുമായി ഞാൻ ചങ്ങനാശ്ശേരിയിലെ 1965 CK റബ്ബർ ഇൻഡസ്ട്രീസ് എന്ന പേരിലാണ്, പിതാവിൻ്റെ പേരിൽ തന്നെയാണ് ഫാക്ടറി തുടങ്ങിയിരുന്നത്. അതിനുശേഷം അവിടെ തൊഴിൽ പ്രശ്നങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും കേരളത്തിൽ കൂടുതലും ഉണ്ടായി എന്ന കാരണമാണ് 1969 ബാംഗ്ലൂരിൽ സ്ഥലം വാങ്ങാനും ഇവിടെ ഒരു യൂണിറ്റ് സ്ഥാപിക്കാനും ഇടയായത്. അങ്ങനെയാണ് മോഡേൺ റബ്ബർ ഇൻഡസ്ട്രീസ്. ബാംഗ്ലൂരിലാണ് ആദ്യമായിട്ട് സാറ് നമ്മുടെ മോഡേൺ റബ്ബർ വന്ന ആദ്യത്തത്. രണ്ടാമത് ഞങ്ങളുടെ യൂണിറ്റ് കോയമ്പത്തൂരിലും ഹൈദരാബാദിലും ഗോവയിലും ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കോലാപ്പൂരിലും റബ്ബർ ഫാക്ടറികളുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ സാർ ഭാരത് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് വന്നത്? ഭാരത് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി തീർച്ചയായും റബ്ബറിൽ നിന്ന് വ്യത്യസ്തമായി എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് പ്രത്യേകിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു നല്ല വ്യവസായിയായിട്ട് സാറ് മാറുമ്പോൾ ഒന്നിൽ നിന്ന് ഒട്ടനവധി സംസ്ഥാനങ്ങളിലേക്ക് സാറിൻ്റെ ബിസിനസ് റബ്ബർ ഇൻഡസ്ട്രീസ് പറിച്ചു നടുമ്പോഴും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ശാഖകളായിട്ട് പോകുമ്പോഴും ഒരു വ്യവസായി എന്ന നിലയിൽ സാറ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന കാര്യം എന്താണ് സാർ ഒരു വ്യവസായ രംഗത്ത്? വ്യവസായ രംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വാങ്ങുന്ന ആളുകൾക്ക് പിൽക്കാലത്തും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നമ്മൾ നൽകുന്ന ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി കൊണ്ട് ഭേദപ്പെട്ട നിലവാരം പുലർത്തുന്നതായിരിക്കണം. സമയത്ത് അവർക്ക് ഓർഡർ നൽകിയാൽ കിട്ടാനുള്ള അവസരം, അതാണ് കേരളത്തിനുണ്ടായിരുന്ന ഒരു പോരായ്മ. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ റോ മെറ്റീരിയൽസ് അവിടെ എത്താനും ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് മറുഭാഗത്ത് എത്തിക്കാനും ട്രാൻസ്പോർട്ടിൽ പലപ്പോഴും സമയതാമസങ്ങൾ എത്താറുണ്ട്. ഇത് ബാംഗ്ലൂരിലും കോയമ്പത്തൂരും ഹൈദരാബാദിലും ഗോവയിലുമൊക്കെ ഫാക്ടറി തുടങ്ങിയപ്പോഴേ ഇത് ഒരു പരിധിവരെ സമയത്ത് കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ എത്താനുള്ള സൗകര്യം. ഇന്ന് ചങ്ങനാശ്ശേരിയിലെ സാറിൻ്റെ CK ഇൻഡസ്ട്രീസ് ഇതും പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും എൻ്റെ സഹോദരൻ CJ ജോസഫാണ്
ചങ്ങനാശ്ശേരി ഫാക്ടറി നോക്കുന്നത്. അതുപോലെ തന്നെ കോയമ്പത്തൂരുള്ള എൻ്റെ സഹോദരൻ CJ കുര്യൻ അവിടുത്തെ പൊതുപ്രവർത്തനങ്ങളിൽ വളരെയേറെ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഹൈദരാബാദ് CJ മാത്യു എന്ന ബ്രദറാണ് ഇപ്പോൾ അവിടെയുള്ളത്. മാത്യുവും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഗോവയിലുള്ള ഇളയ ബ്രദർ CJ ജോജിയും ഗോവയിലും മറ്റു പല പ്രസ്ഥാനങ്ങളിലും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇടപെടുന്നതാണ്. എല്ലാ ബ്രദേഴ്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റിയാണ് മോഡേൺ റബ്ബർ ഇൻഡസ്ട്രീസിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം. കോയമ്പത്തൂരുള്ള ഓരോ സ്ഥലങ്ങളിലും സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാക്ടറി. എങ്ങനെയാണ് സാർ ഈ വിദ്യാഭ്യാസ മേഖലയിൽ, കാരണം ഇന്ന് സാർ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് വിദ്യാഭ്യാസം, ഒരുപക്ഷെ പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രേരണയാകാം. ബാംഗ്ലൂർ വന്ന സമയം തൊട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലും കുറേയേറെ സമയം ഞാൻ ചെലവഴിക്കാറുണ്ടായിരുന്നു. കേരള സമാജത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇവിടുത്തെ പ്രമുഖ സാമൂഹിക സംഘടന ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ ഒട്ടനവധി സംഘടനകളിലെ റോട്ടറിയിലെ ഇതുപോലെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള കൈരൽ നികേതൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിലാണ്. ഇതിനു മുൻപ് 3 തവണ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ 10-20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 2 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വീണ്ടും എലക്റ്റഡായി. ഇന്ന് ബാംഗ്ലൂർ നഗരത്തിലെ ഏറ്റവും ഉന്നതമായ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കൈരളി നികേതൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നഴ്സറി സ്കൂൾ തൊട്ട് ഡിഗ്രി കോളേജ് വരെ ബാംഗ്ലൂരിൻ്റെ പല ഭാഗങ്ങളിലായി 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ട്രസ്റ്റിൻ്റെ കീഴിലുണ്ട്. 100-150 കോടി രൂപയോളം വിലമതിപ്പുള്ള അസറ്റ് ഈ പ്രസ്ഥാനത്തിനുണ്ട്. 60 വർഷത്തോളമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആദ്യകാല പ്രസിഡന്റ് എല്ലാവരും അറിയപ്പെടുന്ന KM വർഗീസ് മാപ്പിളയായിരുന്നു എൻ്റെ ആദ്യകാല പ്രസിഡന്റ്. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മൾ ലക്ഷ്യമാക്കിയിട്ട് അവർക്ക് ഉയർന്ന ജോലി നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് മാനേജ്മെൻറ്റ് രംഗത്തെ അതിപ്രശസ്തനായ പ്രൊഫസർ J. ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സൊസൈറ്റിയാണ്. 1991 തുടങ്ങി ഇപ്പോൾ 21 വർഷമാകുന്നു. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള പല മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുമായി ഒരുപാട് കൂട്ടായ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനവുമാണ്. വളരെയേറെ പ്രമുഖരെ ഉൾപ്പെടുന്ന ഒരു ഗവേണിംഗ് ബോർഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനവുമാണ്. ഞാൻ കഴിഞ്ഞ 7 വർഷമായി ഇതിൻ്റെ ഓണററി സെക്രട്ടറിയാണ്.